ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മോഹൻലാൽ അഭിനയിച്ച ആദ്യത്തെ ചിത്രം ഏതാണെന്ന് അറിയാം? മോഹൻലാൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? തിരനോട്ടം. ഏതാണ്? തിരനോട്ടം. പക്ഷേ മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മോഹൻലാലിന് 1991 ഭരതം എന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1999 മോഹൻലാലിന് വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2001 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2009 ടെറിട്ടോറിയൽ ആർമി അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 2016 അദ്ദേഹത്തിന് വീണ്ടും ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2019 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ പുരസ്കാരമായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അതുപോലെ തന്നെ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ആൻസർ മോഹൻലാലാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണിത്, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നു. ആൻസർ ദാദാസാഹിബ് ഫാൽക്കെയാണ്. ദാദാസാഹിബ് ഫാൽക്കെയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യമായിട്ട് 100 കോടി സിനിമ ഏതാണ്? പുലിമുരുകനാണ്. ഏതാണ്? പുലിമുരുകനാണ്. പുലിമുരുകൻ എന്ന സിനിമയിലെ നായകൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാനാണ്, മോഹൻലാലാണ്. ആരാണ്? മോഹൻലാലാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ജീവചരിത്രം ഏതാണെന്ന് അറിയാമോ? മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എഴുതിയതാരാണ്? MK സാനു. ആരാണ്? MK സാനു ആണ്.